സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ 16-ാമത്തെ വാക്യം കേന്ദ്രീകരിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു. ഈ 2 വാക്യങ്ങളാണ് വാസ്തവത്തിൽ ആ മുഖവരയുടെ ഉപസംഹാരം. എന്തുകൊണ്ട് പൗലോസ് റോമിൽ പോയി ഈ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നു എന്നത് ഈ 2 വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ശരിക്കും ഈ 2 വാക്യങ്ങളാണ് റോമാലേഖനത്തിൻ്റെ തീമെന്ന് പറയുന്നത്. 1:18 മുതൽ അങ്ങോട്ട് ഈ കാര്യമാണ് പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 വാക്യങ്ങളാണ് നാം ശരിക്ക് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ എക്സ്പാൻഷനാണ്, ഇത് വിശദീകരിക്കുകയാണ്. ശരിക്കും ഇതാണ് റോമാലേഖനത്തിൻ്റെ തീം, ഇതാണ് ഈ കത്തിൻ്റെ തീസിസ് എന്ന് പറയുന്നത്, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ എസെൻസ് എന്ന് പറയുന്നത്. അത്ര പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ഈ 2 വാക്യത്തിൽ പ്രധാനമായിട്ടും 17-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പൗലോസ് സമ്മറൈസ് ചെയ്യുകയാണ്. സുവിശേഷമല്ല ഈ 2 വാക്യത്തിനകത്തുണ്ട്. അത് നമുക്ക് ഇന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. 16-ാം വാക്യം മലയാളത്തിൽ ആ വാക്കില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഇംഗ്ലീഷിൽ ഫോർ എന്നൊരു വാക്കാണ്. അതുകൊണ്ട് അത് 15-ാം വാക്യവുമായി 16-ാം വാക്യത്തെ ബന്ധപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. അത് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് പൗലോസ് റോമിൽ പോകാൻ ഇത്ര ഉത്സാഹത്തോടിരിക്കുന്നത്? 15-ാം വാക്യത്തിൽ അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. He is eager to preach the gospel in Rome. അപ്പോൾ അതിനെ തുടർന്ന് അതിൻ്റെ എക്സ്പ്ലനേഷന് for I am not ashamed of the gospel. റോമിലെ ഈ തത്വചിന്തകളെ നാടാണ്. ഫിലോസഫേഴ്സിനെയും ഫിലോസഫി കൊണ്ട് നിറഞ്ഞ നാട്ടിൽ ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്ന ആ ദൂത്, there is a possibility that people there would be ashamed of this gospel. പോൾ പറയുക, I am not ashamed of this gospel. അതാണ് നമ്മളവിടെ കണ്ടത്. അവിടെ ashamed എന്ന ആ വാക്ക്, ലജ്ജയില്ല എന്ന വാക്ക് നമ്മളൊന്ന് പരിശോധിച്ചു. അപമാനിക്കപ്പെടുമോ എന്ന ചിന്തയാൽ പറയുവാനോ പ്രവർത്തിക്കുവാനോ കഴിയാതിരിക്കുന്ന അനുഭവം, അത് ചിലർക്കൊരു പക്ഷെങ്കിൽ കണ്ടേക്കാം, പോളിനില്ല. ഹി ഈസ് നോട്ട് അഷെയിംഡ്. അതുകൊണ്ടാണ് പൗലോസ് റോമിലും പോയി ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ താല്പര്യപ്പെട്ടത്. അതിനകത്തെ മറ്റൊരു വാക്ക് ആ വാക്യത്തിലുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട്? വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നുവല്ലോ. ആ പവർ എന്ന വാക്ക് ഞാൻ വിശദീകരിച്ചു. ഡുനാമിസ് എന്നൊരു പ്രയോഗത്തിൽ നിന്ന് ഡൈനമൈറ്റ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടുന്നു. ഇറ്റ് മീൻസ് എക്സ്പ്ലോസീവ് പവർ. അപ്പം ഗോസ്പലിനകത്ത് ഗോസ്പൽ പറയുമ്പോൾ ഒരാൾ സുവിശേഷം വിശ്വസിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ എക്സ്പ്ലോഡ് ചെയ്യാൻ പോകുന്നത് സ്ഫോടനം പോലെ പൊട്ടിത്തെറിക്കുന്ന ശക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അത് ആത്മിക ശക്തിയാണ്. അതിൻ്റെ അർത്ഥം ആളിനെ ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നതാ സുവിശേഷത്തിൻ്റെ ശക്തി, ബാഹ്യമായിട്ടല്ല. ഉള്ളിൽ ഉണ്ടായ മാറ്റമാണ് ബാഹ്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. സുവിശേഷത്തിൻ്റെ പവർ അതാണ്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും
ശ്രമിക്കുന്നത് ആളുകളെ ചേഞ്ച് ചെയ്യാനാണ്. പക്ഷെ അവരെല്ലാം ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത് ഫ്രം ദി എക്സ്റ്റേണൽ. അങ്ങനെ ചെയ്യ, ഇങ്ങനെ ചെയ്യ, ഇങ്ങനെ ചെയ്യ, അങ്ങനെ ചെയ്യ. ഗോസ്പൽ എന്ന് പറയുന്നത് ഇതറിയാൻ വയ്യാത്തവർക്ക് ഫൂളിഷായിട്ട് തോന്നുമ്പോൾ സുവിശേഷത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ജീസസ്, ഇറ്റ്സ് അബൌട്ട് എ പേഴ്സൺ. കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, ഇത് വിശ്വസിക്കാൻ ഒരുവന് കൃപ ലഭിച്ചാൽ ഏറ്റവും വലിയ പാപിയെയും ആന്തരികമായി വിപ്ലവകരമായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് പവർ എന്ന വാക്ക് കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ബൈബിൾ വളരെ വ്യക്തമാക്കുന്നത് ആത്മീകമായി ഒരുവന് മാറ്റം സംഭവിക്കണമെങ്കിൽ അത് പ്രവൃത്തിയാൽ അല്ല, ഒരു സഭയെ കൊണ്ട് നടക്കത്തില്ല, ഒരു കർമാചാരങ്ങൾ കൊണ്ട് നടക്കത്തില്ല, മറ്റ് യാതൊരു മാനുഷിക സമ്പ്രദായം കൊണ്ടും ആളുകളെ മാറ്റാൻ കഴിയത്തില്ല. ഒരുപാട് ആളുകൾ പെന്തിക്കോസ്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന സ്നാനപ്പെട്ട ആൾ മാറുമെന്നാണ്. നോ നോ, അകത്ത് സുവിശേഷം പൊട്ടണം, അകത്ത് സുവിശേഷം വന്ന് വീഴണം. ആള് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിക്കാതെ ആ സ്നാനം മാമോദീസ പോലെയുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾക്ക് അതത്ര മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് പെന്തക്കോസ്തിലെ ഏറ്റവും വലിയ ഒരു തിന്മ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരെ സ്നാനപ്പെടുത്തുന്നുണ്ട്. ഞാൻ സ്നാനപ്പെടുന്നവർക്കൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ കേൾക്കുന്ന ഏറ്റവും നല്ലതാണ്. ഞാനിപ്പം കർത്താവ് അയച്ച കൺവെൻഷനുകളിൽ പലയിടത്ത് ഇവിടെ നമ്മുടെ സഹോദരി രമ്യയുടെയും ജോൺസന്റെയും സാക്ഷ്യം പറയാറുണ്ട്. മറ്റൊരു സഭാ വിഭാഗത്തിലായിരുന്നയാള് സ്നാനപ്പെട്ട അന്യഭാഷ പറഞ്ഞ ആള് ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടു. നമ്മളിത് മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ധരിക്കും ഈ മനുഷ്യൻ പെന്തിക്കോസിന് വിപരീതമാണെന്ന്. അല്ല, നമ്മളിതിനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് രമ്യ പരസ്യമായിട്ട് ചോദിച്ച ചോദ്യം നിങ്ങളിൽ ചിലർ കേട്ടതാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ അന്യഭാഷ ഏത് ആത്മാവിലാണ്? ഇത് ഗൗരവമുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ചതിവിലാണ്. അവർ ചിന്തിക്കുകയാണ് that they are saved. അവരോട് ചോദിക്കുക what is the gospel? They just don't know. സുവിശേഷം കൃത്യമായി ആളുകളെ അറിയിക്കണം. സുവിശേഷം വിശ്വസിച്ചെങ്കിലേ അകം മാറത്തുള്ളൂ. അകം മാറാതെ പുറത്തു കൊണ്ടുവരുന്ന ഫിറ്റിങ്ങുകൾ കൊണ്ട് you can fool people, that's all. അകം മാറാൻ വേറെ ഒരു മാനുഷിക പരിപാടികൾ കൊണ്ട് നടക്കത്തില്ല. ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഈവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അത് ഞാൻ അനുസരിക്കാൻ അങ്ങ് തയ്യാറാകുന്നിരിക്കട്ടെ, യു കാനോട്ട് ബി സേവ്ഡ്. അപ്പൊ ന്യായപ്രമാണത്തിന് എന്തെങ്കിലും കുറ്റമാണോ? അല്ല, അത് ദൈവത്തിൻ്റെ ലോയാണ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വിശദീകരിക്കുന്നതാണിത്. ദ ലോ ഓഫ് ഗോഡ് എക്സ്പ്ലെയിൻസ് ഗോഡ്സ് സ്റ്റാൻഡേർഡ്. ലോകത്തിൽ ഏത് മനുഷ്യന് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ കഴിയും? നോ വൺ ക്യാൻ. യഹൂദൻ അതാണ് ശ്രമിച്ചത്. അവര് വൻ പരാജയമായിരുന്നു അവർക്ക്. they couldn't keep the law. വാസ്തവത്തിൽ ന്യായപ്രമാണം മനുഷ്യർക്ക് കൊടുത്തത്, യഹൂദന് കൊടുത്തത്, ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം അവരെ രക്ഷിക്കുക എന്നുള്ളതല്ലായിരുന്നു. അവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യമാകണം, അവർക്ക് അവരെക്കുറിച്ച് മനസ്സിലാകണം, അവർക്കൊരു രക്ഷകനെ ആവശ്യമാണെന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ന്യായപ്രമാണം കൊടുത്തത്.
ശരിക്കും അത് മനസ്സിലാകുമ്പോഴാണ് മനസ്സിലായവരെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ഉന്തിവിടുകയാണ്. God, I need a savior, I need grace. കൃപയില്ലാതെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് I cannot be saved. ഇത് ശരിക്കും നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന 1:18 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആ ഭാഗങ്ങൾ വരുമ്പോൾ ഞാനത് വിശദീകരിക്കാം. ഇവിടെയുള്ള പഴയതും പുതിയതുമായിട്ടുള്ള സകല ആളുകളും ഞാൻ എന്ത് നിർത്തിയാണിത് പറയുന്നത്, നിങ്ങൾ ദയവായി ഈ വചനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പെന്തിക്കോസ്തിൽ വരുന്നതല്ല വിടുതൽ, ഈ സഭയിൽ വന്നിരിക്കുന്നതല്ല വിടുതൽ. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. ആ കൃപ തരുമ്പോൾ അതിൽ അർപ്പിക്കണം നിങ്ങളുടെ ആശ്രയം. നിത്യതയ്ക്ക് എന്നെ കൊണ്ട് നിത്യതയിൽ എത്തിക്കാൻ, നിത്യജീവനായി വേറെ ഒരു മാർഗവുമില്ല. സേവ് ദ ഗോസ്പൽ. അതാണ് ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ഗുണം. എന്നിട്ടൊരു വാക്ക്, ശക്തി എന്നുള്ള വാക്ക് കണ്ടു, സാൽവേഷൻ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാകുന്നുവല്ലോ. അവിടെ രക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ദൈവശക്തി അടങ്ങിയിരിക്കുന്ന ഈ സുവിശേഷം മനുഷ്യരെ ട്രാൻസ്ഫോം ചെയ്യുന്നു, അവരുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അവർക്ക് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിലൂടെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ജീവൻ അവരുടെ ഉള്ളത്തിലേക്ക് വരുന്നു. രക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്ഷിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഡെലിവറൻസ്, റെസ്ക്യൂ. എന്തിൽ നിന്ന് രക്ഷപ്പെട്ടു? പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, പാപത്തിൻ്റെ പെനാൽറ്റിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. ആത്മീകമായ നിത്യ മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ് സുവിശേഷം. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിച്ചില്ലെങ്കിൽ പെന്തിക്കോസ്തിലാണെങ്കിലും യു വിൽ ഗോ ടു ഹെൽ. അതാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആണ്. എന്നിട്ട് ക്രിസ്തുവിലും ക്രിസ്തുവിലൂടെ മാത്രമാണ് ആളുകൾ രക്ഷപ്പെടുന്നത്. പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും രക്ഷപ്പെടുന്നത്, വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്, ആത്മീക മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ഒറ്റ വാക്ക, ബിലീവ്. ബിലീവ്, വിശ്വസിക്കുക. നോക്ക്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, യഹൂദനെന്നില്ല യവനെന്നില്ല, വിശ്വസിക്കുന്ന ഏവനും, എവ്രി വൺ ഹു ബിലീവ്സ്. എന്താണ് ഈ വിശ്വസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം? അതിൻ്റെ ഐഡിയ എന്താ? ടു ട്രസ്റ്റ് ദാറ്റ് ഗോസ്പൽ, ടു റിലൈ ഓൺ ദ ഗോസ്പൽ, ടു ഹാവ് ഫെയ്ത്ത് ഇൻ ദ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഈ തിരുവെഴുത്തിൽ യേശു എന്ത് ചെയ്തിരിക്കുന്നു എന്നത് ബോധ്യമായാൽ എൻ്റെ നിത്യതയ്ക്ക് ഞാൻ അതിൽ ആശ്രയിക്കുകയാണ്, ഞാൻ അതിൽ റിലൈ ചെയ്യുകയാണ്. I understand it's not because of my work. It's not because I do something. It is because it is already done by Christ. അതാണ് എന്നെ ചേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ അതിൽ ആശ്രയിക്കുകയാണ്. Because of Christ and because God gave me grace to believe it, I will be in heaven after my life on earth. That's powerful. Praise the Lord. അതാണ് ബിലീവ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പലപ്പോഴും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എത്ര മനോഹരമായിട്ടാണ്! കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈവൻ ഈ വിശ്വാസം പോലും ദൈവം തരണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ എഫേസ്യ ലേഖനം 2:8-9 വാക്യം നിങ്ങളിപ്പോൾ വായിച്ചു. കൃപയാലാണ് രക്ഷ, ദൈവത്തിൻ്റെ ദാനമാണ്, പ്രവൃത്തികൾ കാരണമല്ല.
നിങ്ങൾ ഇതിൻ്റെ 2:1 മുതൽ വായിച്ചാൽ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫെസോസിലുള്ള വിശുദ്ധന്മാരോട് പറയാ, മരിച്ചയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? യു ആർ ഡെഡ്. അക്ഷരീകമായി മരിച്ചയാളിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും നോക്കത്തില്ല. ഇതുപോലെയാണ് ആത്മീകമായി മരിച്ച ഒരാളിനെ ദൈവം റിസറക്റ്റ് ചെയ്യണം. God has to do. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, ഈവൻ ദ ഫെയ്ത്ത് ദാറ്റ് വി ഹാവ്, God has to give. ദൈവം നമുക്ക് കൃപയാൽ തരുന്നതാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ, കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. എത്ര വലിയ കാര്യമാണ് ദൈവം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. താൻ തോന്നികളായി നടക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അപാര കരുണയും കൃപയും ഇറങ്ങി വന്ന് ഈ സത്യ സുവിശേഷം, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഗ്രഹിപ്പാൻ, അതിൽ ആശ്രയം അർപ്പിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ലഭിച്ച കാറും വീടും വസ്തുവും മക്കളെല്ലാം PhD എടുത്തൊന്നും അല്ല. നിത്യദണ്ഡനത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിപ്പാൻ എൻ്റെ അകത്ത് ഉയർപ്പിന്റെ ശക്തി അവൻ കൊണ്ടുവന്നു. ഇറ്റ് ഈസ് എക്സൈറ്റിംഗ്. ഇത് മതി ദൈവത്തെ ആരാധിക്കാൻ. എനിക്കാരും ആരാധനയ്ക്ക് ഏലായിട്ട് തരണ്ട. ഞാൻ ആരായിരുന്നു? അതാണ് എഫേസ്യർ 2:1 മുതൽ 3 വരെയുള്ള വാക്യം. 4 മുതൽ ദൈവം എന്താണ് എൻ്റെ അകത്ത് ചെയ്തത്? It is because of His grace. God acted. Praise the Lord. തീർച്ചയായിട്ടും ഇങ്ങനെ സുവിശേഷം പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് അനുഭവമില്ലാത്തവർക്ക് in a spontaneous moment ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ചലിച്ചു കഴിയുമ്പോൾ ആ സത്യങ്ങൾ വിശ്വസിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. ആ സമയത്ത് നിങ്ങൾ കയറിപ്പിടിച്ചാൽ മതി, ഒരു പുതിയ സൃഷ്ടിപ്പ് നിങ്ങളുടെ അകത്ത് നടക്കും. A new creation. The gospel is powerful. എന്നാൽ എഫെസ്യ ലേഖനം 2:10 ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ലളിതമായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ഇന്നും അതിൻ്റെ എക്സ്പോസിഷൻ അല്ല, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നോക്കിയേ, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. 9-ാം വാക്യം പറയുന്നത് പ്രവൃത്തിയാൽ അല്ല രക്ഷപ്പെട്ടത്. 10-ാം വാക്യം പറയുന്നത് രക്ഷപ്പെട്ടത് പ്രവൃത്തിക്ക് വേണ്ടിയാണ്. That is the Christian balance. ഞാനത് പ്രാരംഭത്തിൽ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൽ അത് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. ദയവായി ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആഴ്ച നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. സുവിശേഷം പവർഫുള്ളാണ്. അതൊരാൾ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായി വിശ്വസിപ്പാനുള്ള കൃപ ദൈവം തരുന്നു. നമ്മൾ വിശ്വസിച്ചു. അകത്ത് വിപ്ലവകരമായ ആത്മീക സ്ഫോടനം നടക്കുന്നു. നടന്നെങ്കിൽ അകം മാറും. മാറിയില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കണം. അത് നമുക്ക് ക്രിസ്ത്യാനിറ്റി കളിക്കാം, പെന്തക്കോസ്ത് കളിക്കാം. അകത്ത് സാരമായ വ്യത്യാസം വരാതെ വേഷം മാറി ആഭരണം ഊരിയാൽ നല്ല പെന്തക്കോസ്താന്ന് പറയും. അതല്ല സുവിശേഷം. സുവിശേഷം അകത്ത് കൊണ്ടുവരുന്ന ഇന്നർ ചേഞ്ച് ആണ്. ഇഫ് ദാറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ്, യു ആർ നോട്ട് ബോൺ അഗൈൻ. പ്രവൃത്തിയാൽ അല്ല രക്ഷ. രക്ഷിക്കപ്പെട്ടെങ്കിൽ പ്രവൃത്തി വേണം. ദിസ് ഈസ് സീരിയസ്. എന്ന് പറഞ്ഞാൽ പുറത്ത് ഇപ്പൊ നിങ്ങൾ ഞായറാഴ്ച നമ്മൾ എല്ലാവരും കൂടെ കാണും.
എനിക്ക് കൃത്യമായ വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ ഇമ്പ്രസ് ചെയ്യാം. അതിനകത്ത് ഇപ്പം എന്താണ്, നമ്മൾ അന്യോന്യം ചതിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിനകത്തൊന്നുമില്ല. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ കാർ ഓടിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എൻ്റെ ഇടപാട് ഹാസ് സംതിങ് ചേഞ്ച്ഡ് ഇൻവേർഡ്ലി. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 10 വർഷമായില്ലേ? ഈ 10 വർഷത്തിനകം മാറ്റങ്ങൾ വന്നു. അത് കേവലം പുറത്ത് ഞാൻ പറഞ്ഞ റിലീജിയസ് വാക്കുകളാണോ, അതോ അകത്ത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം വന്നോ? തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആയി എന്നല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ പാപമില്ലാത്ത ഒരു മണ്ഡലത്തിൽ ചെന്നു എന്നല്ല. കാരണം സാങ്ക്ടിഫിക്കേഷൻ ഒരു പ്രോസസ്സാണ്. പക്ഷെ ഈ പ്രോസസ്സിൽ എവിടെയോ നമ്മൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനകം ഒരു മാറ്റം വന്നു. ഇനി 10 അല്ല 20 കർത്താവ് തരുന്ന ആയുസ് മുഴുവൻ ഈ പ്രോഗ്രഷൻ നടക്കുക. മറിച്ച് മാറ്റം വന്നിട്ടില്ല, വെച്ചുകെട്ടിലാണ് എൻ്റെ ജീവിതമെങ്കിൽ യു ആർ ഇൻ ഗ്രേവ് ഡേഞ്ചർ. ഭയങ്കര അപകടത്തിലാണ്. കാരണം ആളുകളെല്ലാം നമ്മളെ പെന്തിക്കോസ്തുകാരായിട്ട് മാനിക്കും. നമുക്ക് കറക്റ്റ് റിലീജിയസ് വാക്ക് പറയാനറിയാം. ഒരാളിനെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? പ്രൈസ് ദ ലോർഡ്. അവർ തിരിച്ചു പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എല്ലാം കറക്റ്റ് വാക്കാണ്. ഒരു വീട്ടിൽ നിന്ന് എഴുന്നേക്കാം, എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓരോ എന്ത് ഭക്തിയാണ്. See, we know how to act all these religious things. അതൊന്നും ആത്മീയതയുടെ തെളിവല്ല. ഇതെല്ലാം അകത്ത് നിന്നാണ് വരുന്നതെങ്കിൽ വെരി ഗുഡ്. അല്ലെങ്കിൽ ഇതെല്ലാം ബാഹ്യ എക്സ്റ്റേണൽ ആയിട്ടുള്ള വെച്ചുകെട്ടുകളാണ്. See how serious thing is. Has the gospel exploded in your life? ഈ അത്ഭുതകരമായ സുവിശേഷം, ഈ ആളുകളെ മാറ്റിമറിക്കുന്ന സുവിശേഷം, രക്ഷയ്ക്കായുള്ള ദൈവശക്തി അടങ്ങിയ സുവിശേഷം നിങ്ങളുടെ അകത്ത് പൊട്ടിയോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമ്മൾ ആനലൈസ് ചെയ്യണം. ശരിക്കും ജെനുവിനായിട്ട് നമ്മുടെ അകത്തൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ കേവലം മതപരമായി മാത്രമുള്ള വാക്കുകൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമാണെങ്കിൽ, പ്രിയരെ, ഫരീസേർ ഇത് മാത്രമാണ് ചെയ്തത്. ജീസസ് അവരുടെ മതത്തെ പൊളിച്ചു. എന്താ കാര്യം? അവർ ഭയങ്കര ഭക്തരാണ്. അവർ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മം കൊടുക്കുന്നുണ്ട്, ദശാംശം ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ബട്ട് ദേ ആർ നോട്ട് ചേഞ്ച്ഡ്. മത്തായി 23 അവരോടാണ് കർത്താവ് പറയുന്നത്, യു ആർ ഗോയിങ് ടു ഹെൽ. ഇന്ന് നമുക്കത് പറഞ്ഞിട്ടൊന്നും തോന്നുന്നില്ല. ആ കാലഘട്ടത്തിൽ ആ ദൂത് റെവല്യൂഷണറി ദൂതായിരുന്നു. കാരണം എല്ലാവരും ഫരീസയരെയും ശാസ്ത്രിമാരുമാണ് ഏറ്റവും കൂടി ആത്മീകരായിട്ട് എണ്ണിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അല്പം കൂടെ ഇത് ഡെവലപ്പ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഈ ലേഖനം എഴുതിയ പോളിൻ്റെ ജീവിതത്തിൽ ഈ സ്ഫോടനം പോലെ പൊട്ടുന്ന ഈ സുവിശേഷം പൊട്ടിയപ്പോൾ എന്തു മാറ്റം വന്നു? റോമ ലേഖനത്തിൽ റോമാക്കാർക്ക് എഴുതുക, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ, ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. എഫേസ്യർക്ക് പറയുക, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ദാനമാണ് സുവിശേഷം, പക്ഷേ പ്രവർത്തിക്കായിട്ടാണ്. വാച്ച് ദ ലൈഫ് ഓഫ് പോൾ. എഴുത്തുകാരനെ നമ്മൾ വാച്ച് ചെയ്യണം. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നമ്മൾ ആ വാക്യത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, അപ്പോസ്തോലനായ പൗലോസിൻ്റെ മാനസാന്തരം സഭാ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. എല്ലാവരുടെയും മാനസാന്തരമാണ് കേട്ടോ. കാണാതെ പോയ ഒരാട് തിരിഞ്ഞു വരുന്നത് സ്വർഗത്തിൽ എന്തുവാ?
ഇറ്റ്സ് ജോയ്ഫുൾ. ഞാൻ പോളിൻ്റെ കാര്യം എടുത്തു പറയേണ്ടായ കാരണം പറയാം. അപ്പോസ്തല പ്രവർത്തികൾ എന്ന ചരിത്ര പുസ്തകത്തിൽ തന്നെ 3 വട്ടം എഴുത്തുകാരൻ ലൂക്ക് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഗലാത്യ ലേഖനത്തിലുണ്ട് പോളിൻ്റെ സാക്ഷ്യം. 1-ാം അധ്യായത്തിലുണ്ട്, 2-ാം അധ്യായത്തിലുണ്ട്. അതല്ലാതെ 1 തിമോത്തി 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ again he is talking about his testimony. ലൂക്കോസ് എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 19 വരെ, 22-ന്റെ 3 മുതൽ 16 വരെ. അവിടെയാണ് പൗലോസ് തൻ്റെ ടെസ്റ്റിമണി വളരെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ക്രൗഡിനോട് പറയുന്നത്. എന്നിട്ട് 26-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിലും ഹീസ് ടെസ്റ്റിഫൈങ്. എൻ്റെ പൂർവസ്ഥിതി, പൂർവകാലം ഞാൻ ആരായിരുന്നു, ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. ചർച്ച് ഹിസ്റ്ററിയിൽ പോൾസ് കമ്മിങ് ടു ദ ലോർഡ്, പോൾ ബിക്കം എ ക്രിസ്ത്യൻ, വളരെ ഫോക്കസും എംഫസിസും ഉണ്ട്. അതുകൊണ്ട് പൗലോസിൻ്റെ ജീവിതം നമുക്ക് ഒന്ന് പരിശോധിക്കണം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-16 വാക്യം. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. അടുത്ത ഭാഗം എന്താണെന്നറിയാമോ? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. Paul is saying, I am the chief of sinners. ഇനി 16-ാം വാക്യം ശ്രദ്ധിക്കണം. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പോൾ പറയാ, I am exhibit number 1. ഞാനാണ് ഏറ്റവും വലിയ പാപി, പക്ഷെ ദൈവം എന്നെ എക്സാമ്പിളായി, നമ്പർ 1 എക്സാമ്പിളായി ദൈവം എന്നെ നിർത്തിയിരിക്കുകയാണ്, വിശ്വസിച്ച് രക്ഷപ്പെടുന്നവർക്ക് വേണ്ടി നോക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കണം എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായത്. എന്നിട്ട് നാം നമ്മുടെ ജീവിതത്തെ അനലൈസ് ചെയ്യണം. ഞാൻ നിങ്ങളോട് കൈ കൂപ്പി പറയുകയാണ്, നാം സ്വയവഞ്ചനയിലാകരുത്. ഞാൻ ബന്ധപ്പെടുന്ന അതാണ്. സ്വയവഞ്ചന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സുവിശേഷം കേൾക്കണം. സുവിശേഷം വരുത്തിയ മാറ്റം എന്താണെന്ന് അറിയണം. പോൾ തന്നെ പറയുന്നു, ഞാനാണ് ഏറ്റവും വലിയ പാപി. എന്നിട്ട് പോൾ പറയുകയാണ്, ഐ ആം എക്സാമ്പിൾ നമ്പർ 1. ഇംഗ്ലീഷിൽ മോളെ ഒന്ന് വായിക്കാമോ? 1 Timothy 1:16. But for that very reason I was shown mercy, so that in me, കേട്ടോ, the worst of sinners, Christ Jesus might display his unlimited patience as an example for those who would believe on him and receive eternal life. കേട്ടോ, നിത്യജീവനായിക്കൊണ്ട് വിശ്വസിച്ച പുള്ളികളിൽ ഇതുപോലെ മാറ്റം വരണം. എന്നെ പിടിച്ച് എക്സാമ്പിളാക്കി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ പോയിന്റ് ഇതാണ്. If the gospel has not converted you, convicted you, changed your inner man, there is something seriously wrong. There is something seriously wrong. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനലൈസ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. പോളിന് വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ചേഞ്ച് നമ്മൾ കാണുന്നത്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ഒന്ന് വാച്ച് ചെയ്യണം. താൻ എന്താണ് ചെയ്യുന്നത്? താനാണല്ലോ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്താണ് നമുക്കറിയാം, ദമസ്കോസിലോട്ട് പോകുന്ന വഴിക്ക് തനിക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഒരു ദർശനമുണ്ടായി. ആ നിലയിൽ അദ്ദേഹം തിരിയായിരുന്നു. നീ ആരാകുന്ന കർത്താവേ
എന്ന് പറഞ്ഞ് താൻ തിരികുകയായിരുന്നു. അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദമസ്കസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. നേരത്തെ ക്രിസ്ത്യാനികളെ തകർക്കാനായിട്ടിറങ്ങിയ ആള് ഇപ്പോൾ ക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ ആ കൂട്ടായ്മ, അല്ലാതെ അവിയൽ കൂട്ടായ്മയിലല്ല കേട്ടോ. ന്യൂ ഫെലോഷിപ്പ്, new people. Why is that? He has a new life. He is a new creation. ഒരുപാട് ആളുകൾ I got the Lord, ഞാൻ സേവ്ഡ് ആണ്. Where are you going? പോളിന് വന്ന ആ മാറ്റം നിങ്ങൾ കാണുക. ഇനി 20, 21, 22 വാക്യത്തിലേക്ക്, ആ 9-ാം അധ്യായത്തിൽ തന്നെ യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? രഹസ്യമായിട്ടായിരിക്കാൻ പോൾ താല്പര്യപ്പെട്ടില്ല. തന്നിൽ ഒരു നിമിഷം കൊണ്ട് വരുത്തിയ ഈ അപാരമാറ്റത്തെ യഹൂദന്മാരുടെ സിനഗോഗിൽ കയറി he is presenting Jesus Christ. See the change? സ്വന്തക്കാർക്കും വീട്ടുകാർക്കും അറിയാമോ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന്? നമ്മൾ മനസ്സിലാക്കണം, പോൾ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റബായ. അദ്ദേഹത്തിന് ഈ സിനഗോഗിൽ, ഈ പള്ളികളിൽ അദ്ദേഹത്തിന് നല്ല സ്വീകാര്യതയുണ്ട്. അവിടെ ചെന്ന് അവര് വിശ്വസിക്കാത്ത ഒരു കാര്യം താൻ പറയുകയാണ്, ക്രൂശിതനായ ക്രിസ്തുവിനെ. He is so bold, he's come out. ഈ ചേഞ്ച് വന്നിട്ടുണ്ടോ? കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്യുന്നവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കിയെന്ന്. He is standing a stern stand for Christ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ശരിക്കും രക്ഷിക്കപ്പെട്ടോ? ക്രിസ്തുവിന് വേണ്ടി, മതത്തിന് വേണ്ടിയല്ല, പെന്തിക്കോസിന് വേണ്ടിയല്ല, ഫോർ ജീസസ് ക്രൈസ്റ്റ്. ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. അത് തനിക്ക് നിന്ന കൊണ്ടുവരും, അത് പരിഹാസം കൊണ്ടുവരും. ആളുകൾ പറയുന്നിട ഇവനല്ലയോ ഈ ദമസ്കോസിൽ വന്നത് ഈ ആളുകളെല്ലാം ഉപദ്രവിക്കാൻ? ഇപ്പൊ തന്നെ ഇവൻ തന്നെ ഇത് തിരിച്ചു പറയുന്നു. ആ ചേഞ്ച് കണ്ടോ? ഇതാണ് സുവിശേഷം കൊണ്ടുവരേണ്ടത്. ചിലരിപ്പോഴും പറയും ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ പള്ളി. ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ 10 വർഷമോ 20 വർഷമായിട്ടും മെമ്പർഷിപ്പ് പോയിട്ടില്ല. ഇപ്പോഴും എന്താണ്? മുൻ സമൂഹത്തിന് അറിയാമോ ഇത്? that you have changed, that you are a believer. ഇനി അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ എത്ര ഡ്രമാറ്റിക് ആയിരുന്നു. 26, 27 വാക്യത്തിൽ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് യെരുശലേമിലെ സഭയോട് അഭ്യർത്ഥിക്കേണ്ടി വന്നു, അയ്യോ അദ്ദേഹത്തെ കൂടെ കൂട്ടിച്ചേർക്ക്, കാരണം അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കിട്ടത്തില്ല. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല ഈ മനുഷ്യൻ മാറിയെന്ന്. യെരുശലേമിലെ ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ദിസ് ഫെലോ ഹാസ് ചേഞ്ച്ഡ്. ബർന്നബാസ് എന്ന് അദ്ദേഹത്തിന് വേണ്ടി പറയാൻ, സാറേ അവൻ രക്ഷിക്കപ്പെട്ടവനാ, അവനെ ചേർക്കാൻ. അത്ര ഡ്രമാറ്റിക് ആയിരുന്നു അദ്ദേഹത്തിന്റെ മാറ്റം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ യെരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. ആ വാക്ക് ഞാനൊന്ന് പഠിച്ചു. ചേരുവാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഇതാണ്ട് ഇതാ മെമ്പർഷിപ്പ് ഫോം, അങ്ങനല്ല. നിർബന്ധമായി കൂടെ ഹി കെപ്റ്റ് ഓൺ ട്രൈങ്. നടക്കത്തില്ല, കാരണം അവർക്ക് വിശ്വസിക്കാൻ വയ്യ. അവർ ചിന്തിക്കുന്ന ഇതെന്തോ നമുക്കിട്ട് വല്ല പണി ഒപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമെന്നായിരിക്കും അവരുടെ ചിന്ത. ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു
ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അടുത്ത വാക്യം, ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. നിങ്ങൾ കണ്ടോ അടുത്തൊരു കാര്യം, ശിഷ്യന്മാരുടെ കൂടെ കൂട്ടായ്മ അയച്ചു. ഇപ്പം എന്താ? ഹി വാണ്ട്സ് ടു ജോയിൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവരത്ര സ്വീകാര്യത അവർക്കില്ലായിരുന്നു. എന്നാ ഞാൻ അങ്ങ് പോവാ, അങ്ങനല്ല. ഹി കെപ്റ്റ് ഓൺ ട്രൈങ്. ദൈവം ബർന്നബാസിനെ ഒരുക്കി. കണ്ടോ വന്ന മാറ്റം? യെരുശലേമിലെ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, അവരോട് ചേർന്ന് നിൽക്കാനുള്ള മാറ്റം അകത്ത് വന്നു. ഈ മാറ്റം വന്നിട്ടുണ്ടോ? എ റാഡിക്കൽ ഡ്രമാറ്റിക് ചേഞ്ച്. അല്ലെങ്കിൽ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞത് നമ്മൾ ഏറ്റെടുക്കണം. നിക്കോദിമോസ് ചോദിച്ചതെന്നറിയാമോ? വൃദ്ധനായ ശേഷം ഇനി ഇതൊക്കുമോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതുവരെ ഞാൻ ചെയ്തു വന്നത് തെറ്റാണ്, ഇനി ഇത്രയും പ്രായമായി ആദ്യം മുതൽ ഒക്കുമോ? ചിലർ ആദ്യം മുതൽ പിന്നെയും വിശ്വസിക്കണം. പെന്തക്കോസ്തിൽ വന്ന് ചതിയിൽ പെടരുത്. പെന്തക്കോസ്ത് അല്ല ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഒരു പാസ്റ്ററുമല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. സുവിശേഷം അകത്തു വന്ന് വീഴോ, സുവിശേഷം വിശ്വസിക്കാൻ ദൈവം കൃപ തന്നോ, അതിന്റെ തെളിവെന്താ? അതിന്റെ തെളിവ് നിന്റെ അകത്തു വന്ന മാറ്റമാണ്. ഈ അകത്തു വന്ന മാറ്റം നിന്റെ ഭാര്യയെ അറിയും, ഭർത്താവ് അറിയും, മക്കൾ അറിയും, മാതാപിതാക്കൾ അറിയും, നിന്റെ അയൽവക്കക്കാരറിയും. അല്ലാതെ മാറ്റം വന്ന് ഞാൻ സ്നാനപ്പെട്ടു, പക്ഷേ അയൽവക്കക്കാരനെ ഞാൻ വിടുന്നില്ല. അതെന്ത് സുവിശേഷമാണ്? ഏത് സുവിശേഷമാണത്? യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. അത് ഒരു മിറക്കിളാണ്. ഞാൻ പറഞ്ഞല്ലോ, മരിച്ച ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ദൈവവുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ആളാണ് മരിച്ചത്. വാട്ട് ക്യാൻ എ ഡെഡ് മാൻ ഡു? God has to work a miracle from outside. എന്നെ റിസറക്റ്റ് ചെയ്യണം. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ ആത്മീകമായി എന്നെ അവൻ ഉയർപ്പിക്കണം, ജീവനുള്ളവനാകണം. I must be born again. ഒൻപതാം അധ്യായത്തിൻ്റെ 21 വാക്യം ഞാൻ വായിച്ചതാണ്. നിങ്ങൾ നോക്കിയ മറ്റൊരു പദപ്രയോഗം. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലേ? ആ നാശം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദ മാൻ ഹു റേസ്ഡ് ഹാവക് ഇൻ ജെറുസലേം. യെരുശലേമിനെ കീഴ്വര മറിച്ച ആളാണ്. നെഗറ്റീവ്ലി ഉപദ്രവിച്ചുകൊണ്ട് ഈ പോള്. പക്ഷേ ഈ പോളിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, പൗലോസും ശീലാസും തെസലോനിക്ക ചെല്ലുമ്പോൾ അവരെ കാണാഞ്ഞിട്ട് യാസോനെ ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. ടേണിംഗ് ദ വേൾഡ് അപ്സൈഡ് ഡൗൺ, ദിസ് ടൈം ഫോർ ഗുഡ്. പോളിനെയും ശീലാസിനെയും കിട്ടാഞ്ഞ് ജെയ്സനെ പിടിച്ചോണ്ട് പോയിട്ട് പറയുന്ന വാക്കാ. നേരത്തെ എന്തായിരുന്നു സമൂഹം പോളിനെ കുറിച്ച് പറയുന്നത്? നാശം വിതയ്ക്കുന്നവൻ. അകത്ത് വന്ന മാറ്റ നിമിത്തം ഇപ്പൊ പറയുന്നത് എന്താ? ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവൻ. കുടുംബജീവിതത്തിലെ നേരത്തെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നാശം വിതയ്ക്കുമായിരുന്നു, ഇപ്പോഴോ അയൽവക്കക്കാർക്ക് നാശം വിതയ്ക്കാൻ. ഇപ്പോഴോ അത് സെയിം ആണെങ്കിൽ ഗോസ്പല് നിന്റെ അകത്ത് വന്നിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെ കുടുംബജീവിതത്തിൽ വാശിയും വൈരാഗ്യവുമാണെങ്കിൽ എന്ത് മാറ്റമാണ് സുവിശേഷം കൊണ്ടുവന്നത്? പ്രൈസ് ദ ലോർഡ്.
ഞാൻ ഇതുകൊണ്ട് ഇവിടെ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയാം, പിള്ളേരെ വെറുതെ സ്നാനപ്പെടുത്തരുത്. അവർ സുവിശേഷം വിശ്വസിച്ചിട്ടാണ് അവർ സ്നാനപ്പെടേണ്ടത്. ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവില്ല. സ്വന്തമായി കുഞ്ഞുങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. പ്ലീസ് ബ്രദേഴ്സ്, നിങ്ങൾക്കറിയാമോ എത്ര പെന്തിക്കോസ്തിലെ ആളുകൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് സ്നാനപ്പെടുത്താമോ? എന്താ അതിന്റെ കാര്യം? They did not hear the gospel. മതപരമായ ഒരു ചടങ്ങായിട്ടാണ് അവർ ചെയ്തത്. ഞാൻ സ്നാനത്തിന്റെ വാല്യൂ കുറയ്ക്കുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രക്ഷിക്കപ്പെട്ടവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണം. അതാണ് ബൈബിൾ പറയുന്നത്. എന്താണ് അവിടെ സ്നാനപ്പെടുന്നടി, നമ്മളെല്ലാം സ്നാനപ്പെടാൻ വേണ്ടി അങ്ങനെ ഡി അല്ലിത്. സുവിശേഷം അകത്ത് കത്തണം. ദ ഗോസ്പൽ. പോളിന് വന്ന മാറ്റമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നോക്കിയ ആ മാറ്റം. ഒരു പേഴ്സിക്യൂട്ടർ ആയിരുന്നു, ഹി ബിക്കേം എ പ്രീച്ചർ. അഗ്രസർ ആയിരുന്നു, ഹി ബിക്കേം എൻ അപ്പോസ്റ്റൽ. ബ്ലാസ്ഫീമർ ആയിരുന്നു, ഹി ബിക്കേം എ ബിലീവർ. എല്ലാം മാറി, കണ്ടാലും സകലതും പുതുതായി. ഇതാണ് സുവിശേഷം ഒരുവന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത്. ഇതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് റോമിലും വരണം. എത്ര ചിന്തകന്മാർ അവിടെ ഉണ്ടെങ്കിലും, ഏതൊക്കെ ഫിലോസഫികൾ അവിടെ ഉണ്ടെങ്കിലും, നിങ്ങൾക്കാർക്കും ആളുകളെ മാറ്റാൻ കഴിയത്തില്ല. റോമ പട്ടണത്തിൽ മുഴുവനും തിന്മയാണ്, ഇമ്മോറാലിറ്റിയാണ്. They just cannot handle that, but the gospel can change people. പോളിന്റെ കാര്യം ഞാൻ പറഞ്ഞു. തെസ്സലോനിക്കക്കാർക്ക് എന്താണ് സുവിശേഷം കൊണ്ടുവന്നത്? 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ ഇവരുടെ അടുക്കൽ സുവിശേഷം ഭയങ്കര ശക്തിയോടെ ചെന്നു. 9-ാം വാക്യം നോക്ക്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും. കേൾക്കണം ഇനിയും. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. ഗോസ്പൽ പവറിൽ വന്നു. അവർ വിശ്വസിച്ചപ്പോൾ ഹോൾ ചേഞ്ചാണ്. അവരുടെ പഴയ സ്ഥിതികൾ, വിഗ്രഹങ്ങളെ വിട്ടിട്ട് they turn to God. പഴയത് മുഴേ ചരിച്ചരിച്ചരല്ല, എല്ലാം മാറാൻ നമ്മുടെ അകത്ത് ഒരു പുതിയ ജനനം സംഭവിക്കുകയാണ്. എൻ്റെ പ്രിയരെ, ആ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആ 10-ാം വാക്യം എന്ന് പറയും, ഇറ്റ്സ് വെരി പവർഫുൾ. നിങ്ങൾ നോക്കിക്കേ. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മളെ ജനിപ്പിച്ചു, പുതിയതായിട്ട് ദൈവം സൃഷ്ടിച്ചെന്ന്. എ ന്യൂ ക്രിയേഷൻ. എന്തിനാണ്? സൽപ്രവർത്തിക്ക് എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ കൈപ്പണിയായിട്ടാണ്. ഞാൻ ആ വാക്ക് പഠിച്ചു. വി ആർ ഗോഡ്സ് പോയം. ദൈവത്തിൻ്റെ കവിതയാണ് നമ്മൾ. ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് നമ്മൾ. അതിനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ആ വഴികളിൽ ദൈവം മുൻകൂട്ടി നിയോഗിച്ച ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ നിന്നാൽ
ആളുകൾ അന്തം വിടും. ഈ ആളുകളെയെല്ലാം ഭ്രമിപ്പിച്ചവനാണോ ഇപ്പോൾ യേശുവിനെ പ്രസംഗിച്ചത്? ഹി ബിക്കംസ് എ ന്യൂ പേഴ്സൺ ഓൾ ടുഗദർ. ന്യൂ അംബിഷൻ, ന്യൂ ആറ്റിറ്റ്യൂഡ്സ്, എവ്രിതിങ് ന്യൂ. പോൾ അവസാനം മരിക്കുന്ന സമയത്ത് പറയുകയാണ്, ഒരു പാനീയ യാഗമായി ഞാൻ ഒഴിക്കപ്പെടുകയാണ്, എൻ്റെ ഓട്ടം ഞാൻ തികച്ചു, വിശ്വാസം കാത്തു. ഈ ആളിനെ നേരത്തെ നോയിക്കേ, വിശ്വാസികളെ ഇടിക്കുക, ഉപദ്രവിക്കുക, ആളുകളെ കൊല്ലുമ്പോൾ അതിന് ഒപ്പുവെച്ച മനുഷ്യൻ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി, ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി മരിക്കത്തക്കവണ്ണം അകത്ത് വരുത്തിയ രൂപാന്തരം. ഇത് ദൈവത്തിൻ്റെ കൈപ്പണിയാ. ദൈവം പണിയാതെ നടക്കത്തില്ല. ഈ കൈപ്പണിയായി ദൈവം ഇവനെ കുശവൻ കളിമണ്ണ് പോലെ വാർത്തെടുക്കണമെങ്കിൽ തുടക്കമെന്ന് പറയുന്നത് അകത്ത് ഹി മസ്റ്റ് ബി ബോൺ അഗൈൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ചിലരെ കുറിച്ച് ഈ നാട് പറയുന്നില്ലേ, അവന്റെ കാര്യമോ? അവൻ ശരിക്കും ജീവിക്കുന്ന ആളാ. നേരത്തെ ആരായിരുന്നു? തല്ലിപ്പൊളി, കള്ളുകുടിയൻ. ഇപ്പം ആരാണ്? ആളുകൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. എന്താണെന്നറിയത്തില്ല. എടാ പെന്തിക്കോസ്തി പോയതുകൊണ്ടാന്ന് തോന്നുന്നു. പെന്തിക്കോസ്തി വന്നതല്ല, ദ മിറാക്കുലസ് ഗോസ്പൽ എക്സ്പ്ലോഡഡ് ഇൻ ദ ഹാർട്ട്. അതാണ് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ലെറ്റ്സ് മൂവ് ഓൺ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾ എഴുതിയെടുക്കുന്നവർ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൂടെ എഴുതിയെടുത്തു. കൊരിന്തിൽ ഈ സുവിശേഷം വലിയ ദൈവപ്രവൃത്തി കൊണ്ടുവന്നു. ലിസ്റ്റുകളൊക്കെ അവിടെ പോൾ പറയുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കത്തില്ല. കൊരിന്തിൽ ഈ രക്ഷപ്പെട്ടവരാരൊക്കെയാ? they had such a bad history. പക്ഷെ ഇപ്പോഴോ they are saints in Christ. ഈ മാറ്റം എങ്ങനെ വന്നു? it is because of the powerful gospel. പോൾ പറയുന്നത് therefore I am not ashamed of the gospel. ആമേൻ. ഇനിയും സുവിശേഷത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാകാൻ 17-ാം വാക്യം നമുക്കൊന്ന് കേന്ദ്രീകരിക്കാം. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഞാൻ വളരെ ലളിതമായ 2 ട്രാൻസ്ലേഷൻ. ഒന്ന് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനാണ്. This good news tells us how God makes us right in His sight. This is accomplished from start to finish by faith. As the scripture says, it is through faith that a righteous person has life. ഫിലിപ്സ് എന്ന് പറയുന്ന ഒരാളുടെ ട്രാൻസ്ലേഷൻ, I see in it God's plan of imparting righteousness to men, a process begun and continued by their faith. ലളിതമാ. എന്താ അർത്ഥം? ഫിലിപ്സ് ട്രാൻസ്ലേഷൻ പറയുന്നത് ഈ സുവിശേഷത്തിനകത്ത് ദൈവം ആളുകൾക്ക് ഒരു നീതി കൊടുക്കുന്നത്, ആ നീതി കൊടുക്കുന്ന പ്ലാൻ ഞാൻ കാണുന്നു. എന്തുകൊണ്ടാണ് പോളിന് ലജ്ജയില്ലാത്തത്? വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ഗോസ്പൽ? ദ പവർ ഓഫ് ദ ഗോസ്പൽ ഈസ് വിശ്വസിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ആളിന് ഇംപാർട്ട് ചെയ്യും, ഇംപ്യൂട്ട് ചെയ്യും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഓരോ വാക്കും നമുക്ക് ചിന്തിക്കണം. ഈ മലയാള ട്രാൻസ്ലേഷനിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വാക്ക് ആദ്യമില്ല. അതിൽ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ഫോർ എന്ന വാക്ക്, അതുകൊണ്ട്, അതിൽ എന്നാണ് വരേണ്ടത്. ഈ അതുകൊണ്ടെന്ന് പറയുമ്പോൾ 17-ാം വാക്യമാണ് വാസ്തവത്തിൽ ആ 16-ന്റെ എക്സ്പ്ലനേഷൻ. രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തി എന്നുള്ള കാര്യത്തിൻ്റെ വിശദീകരണമാണ്. ഈ 2 വേഴ്സുകളിൽ കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട്, ഫോർ. എന്നിട്ട് മലയാളത്തിലേക്ക് നമ്മൾ വരാം. അതുകൊണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി
അവിടെയാണ് അല്പസമയം നിൽക്കേണ്ടത്. ദൈവത്തിൻ്റെ നീതി. നീതി എന്ന വാക്ക് 35 പരം പ്രാവശ്യം ഈ റോമാ ലേഖനത്തിൽ തന്നെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ ദ റൈച്ചസ്നെസ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് നോയിക്കേ, ഫോർ ദർ ഈസ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് എന്ന് ഒരു വാക്കാണ് ദ. അപ്പോൾ പോൾ അവിടെ റെഫർ ചെയ്യുന്നത് എ സ്പെസിഫിക് റൈച്ചസ്നെസ്. എന്താണ് ഈ റൈച്ചസ്നെസ്, നീതി എന്ന വാക്കിൻ്റെ അർത്ഥം? ടു ബി റൈറ്റ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എന്നെ അംഗീകരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക സഹോദരന്മാരെ, സഹോദരിമാരെ. ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചാൽ എന്തുകൊണ്ട് അംഗീകരിച്ചു? നീതി എന്ന വാക്കാണ് അതിനകത്ത് കീ. എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ എന്നെ ദൈവം അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുക. അതാണ് വാസ്തവത്തിൽ ഈ നീതി എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ മലയാളത്തിലെ പ്രയോഗം ദൈവത്തിൻ്റെ നീതി എന്നതിനേക്കാൾ നല്ല ഒരു തർജ്ജിമ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡിനേക്കാൾ ഫ്രം ഗോഡ്. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കാൻ വേണ്ടിയുള്ള നീതി ദൈവം നമുക്ക് തരുന്നു. അതാണ് സുവിശേഷം കേട്ട് വിശ്വസിച്ചില്ലെങ്കിൽ ഇത് വേറെ ലോകത്തിൽ ആർക്കും തരാനൊക്കത്തില്ല, ദൈവമാണ് തരേണ്ടത്. വിശ്വാസത്താൽ അത് സംഭവിക്കേണ്ടത്. ഇറ്റ്സ് എ റൈച്ചസ്നെസ് ഫ്രം ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവം കോപത്തിൻ്റെ പാത്രങ്ങളായിരിക്കുന്ന നമ്മെ, പാപികളെ, അംഗീകരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി, ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അപ്പോൾ എന്താണ് അത് റെഫർ ചെയ്യുന്നത്? ഗോഡ് സ്റ്റാൻഡേർഡ് ഓഫ് അക്സെപ്റ്റിംഗ് ദോസ് അണ്ടർ ദ റാത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നീതി, റൈച്ചസ്നെസ് ഫ്രം ഗോഡ്. അതാണ് വാസ്തവത്തിൽ ഒരു ബെറ്റർ എഴുത്തായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ സ്റ്റാൻഡേർഡ്, തൻ്റെ നീതി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതകരമായി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവരെ നീതിമാൻ. ഇത് സുവിശേഷം വിശ്വസിക്കാത്ത ആളിനില്ല. അവൻ പെന്തിക്കോസ്ത് നിൽക്കാം. ദിസ് കംസ് വെൻ യു ബിലീവ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് ഭയങ്കരമാണ്. സർവശക്തനായ ദൈവം സൂപ്പർ നാച്ചുറലായി മരിച്ചു കിടന്ന എന്നെ ഉയർപ്പിച്ച് സുവിശേഷം വിശ്വസിക്കുമ്പോൾ ദൈവം തന്നെ തൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് നമുക്ക് ഇംപ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്കിടുക. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം ചെയ്യുന്നത് സുവിശേഷത്തോടുള്ള പ്രതികരണത്തെ ആസ്പദമാക്കിയ വിശ്വസിച്ചുകൊണ്ട്. ഒരു വാക്ക് നിങ്ങൾ നോക്കുകയും 17-ാം വാക്യം, അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. വെളിപ്പെടുന്നു. ഇറ്റ് ഈസ് റിവീൽഡ് എന്ന് പറഞ്ഞ അൺവീൽ ചെയ്തു. ഏതെങ്കിലും ഒരു കാര്യം മറഞ്ഞു കിടന്നത് അൺകവർ ചെയ്തു. ഇത് റെവലേഷനാണ്. ഇത് വെളിപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ വെളിപ്പാട്? എങ്ങനെയാണ് മഹാപാപികളായ മാനവജാതി, മനുഷ്യൻ, നമ്മളേവരും വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ നിൽപ്പാൻ എങ്ങനെ കഴിയും? പ്രിയരേ, നമ്മുടെ 21 ഇരുന്നത് കൊണ്ടോ 40 ഇരുന്നത് കൊണ്ടോ ഒക്കത്തില്ല. Stop working. You are made right by faith, by trusting in what God did in His Son Jesus. ഇത് ഭയങ്കര പാടാണ് അക്സെപ്റ്റ് ചെയ്യാൻ. ആത്മാവിൽ ദരിദ്രരാണ് ഭാഗ്യവാന്മാർ.
ഫരിസേർക്ക് ഇത് മനസ്സിലായില്ല. They were working and working and working. ഓ, ഞാൻ ഉപവാസത്തിൻ്റെ അടുത്ത് കഴിച്ചു പോയി, ഓ എല്ലാം പോയി. നമുക്ക് നമ്മുടെ നീതിയില്ല, വെളിയിൽ നിന്ന് നീതി വരണം. ദൈവം നമ്മളെ അംഗീകരിക്കണം. അതിന് ദൈവമാണ് പരിഹാരം കൊണ്ടുവരുന്നത്, അത് വിശ്വാസത്താല. It was revealed. നമുക്കിത് കണ്ടുപിടിക്കാൻ ഒക്കുന്ന ഒരു സന്ദേശമല്ല, ദൈവം ഇത് വെളിപ്പെടുത്തി തരണം. നമുക്കെല്ലാം കൂടി ഇത് ഒന്ന് കൂടി ആലോചിച്ച് തീരുമാനമെടുത്തൊന്നും കൊണ്ടുവരാനൊക്കത്തില്ല. God has to reveal. പഴയ നിയമ ഭക്തനാകുന്ന ഇയ്യോബ് 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? ഒരു ചോദ്യമാ. അതിന് മറുപടിയാണ് ഈ 17-ാം വാക്യം. ഭക്തനായ ഇയ്യോബ് ചോദിച്ചു, ഹൗ ക്യാൻ മാൻ ബി ജസ്റ്റിഫൈഡ് ബിഫോർ ദിസ് ഹോളി ഗോഡ്? മതങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ ചോദ്യത്തിന് മറുപടിയാ, നമുക്കിടെ ആ മല കയറാം, നമുക്കിടെ അങ്ങനെ ചെയ്യാം, നമുക്കിടെ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഈ വസ്ത്രം മാറി നടക്കാം, നമുക്ക് എന്നെ ബന്ധിങ്ങാമാല ഇടാം കേട്ടോ, എല്ലാം ദൈവത്തിന് മുൻപാകെ വർക്ക് ആൻഡ് വർക്ക് ആൻഡ് വർക്ക്. അതല്ല സുവിശേഷം. ചില ആളുകൾ ചിന്തിക്കുന്നു ഫെയ്ത്ത് പ്ലസ് വർക്ക്. നോ, faith alone, in Christ alone, by grace alone. സുവിശേഷം മനസ്സിലാക്കാൻ കിട്ടുന്നത് കൃപയാണ്. I'll tell you, otherwise you will not understand. ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? വിഷയം ഇതാണ്. കുറച്ചുകൂടി തെളിച്ച് പറയാം. ദൈവം വിശുദ്ധൻ, അതിന് നമുക്ക് ഡൗട്ടില്ല. ഗോഡ് ഇസ് എ ഹോളി ഗോഡ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു വാക്യം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം. നമ്മളിത് ഗിരിപ്രഭാഷണത്തിലൊക്കെ പഠിച്ചിട്ടുള്ള വാക്യമാണല്ലോ. മത്തായി 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവിൻ. നടക്കുമോ ഇത്? സൽഗുണപൂർണ്ണ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് പെർഫെക്റ്റ്, നിങ്ങൾ പെർഫെക്റ്റ് ആകണം. Who will go to heaven? God is a holy God. He is perfect. ഈ വിശുദ്ധനായ ദൈവം, ഈ പെർഫെക്റ്റ് ദൈവത്തിന് എൻ്റെ കൂട്ടൊരു പാപിയെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കും? ഞാൻ ഈ ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ പോവുകയാണ് സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ഇംപോസിബിൾ, നടക്കത്തില്ല. ദൈവത്തിനറിയാം യവന്മാരെ കൊണ്ട് നടക്കത്തില്ലെന്ന്. അവിടെയാണ് സുവിശേഷത്തിൻ്റെ അഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. റോമാലേഖനം 3:23 എന്താണ് പറയുന്നത് നമുക്കറിയാമല്ലോ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. There is not one who is righteous before God. No one is okay. Everyone has sinned and have fallen short of the glory. ഒറ്റയാളുമില്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വർഗത്തിൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറയാൻ ഒരെണ്ണം ഭൂമിയിലില്ല. ഒരാൾക്ക് മാത്രം ഒക്കുമായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്. No one else. നമ്മുടെ സ്ഥിതി അതാണ്. We are bound to go to hell. സകല മതങ്ങളും ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് ശ്രമിക്കുകയാണ്. ഇയ്യോബിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനാണ് എല്ലാവരും തത്രപ്പെടുന്നത്. ലോകത്തിൽ ഏത് മനുഷ്യന് പറയാൻ കഴിയും ഞാൻ സ്വർഗത്തിൽ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ചെല്ലാമെന്ന്? ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ഒരു ചിന്തയുണ്ട്? ഞാൻ ബ്രദറെ, ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്, നമ്മൾ ഈ പറയുന്ന പോലുള്ള പാപങ്ങളൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. മര്യാദ പാപം അങ്ങനെ കണ്ടൊരു വാക്കുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു തല്ലിപ്പൊളിയോ അങ്ങനെ മാനം മര്യാദയ്ക്ക് ഞാൻ ജീവിച്ചവളാണ്. അതിൻ്റെ കാരണം അവരെങ്ങനെ പറയുന്നത്, അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ പപ്പായും മമ്മിയൊക്കെ രാത്രിയിലൊക്കെ 4 മണിക്കൊക്കെ മുട്ടയിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണെൻ്റെ മേത്ത് വീണ. ഇതൊക്കെ ശരിയാണ്.
ഇവർക്ക് മനുഷ്യൻ എത്രമാത്രം തെറ്റിലാണ്, മനുഷ്യൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അവർക്ക് അറിയില്ല. ഇത് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ എന്താ കാണുന്നത് എന്നുള്ളത് പിന്നെ പഠിക്കാം. എന്നാൽ യെശയ്യാ പ്രവചനം 64-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഞങ്ങളുടെ നീതി പ്രവർത്തികൾ ഒക്കെയും കറ പുരണ്ട തുണി പോലെയാ. എല്ലാ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മുൻപാകെ യൂസ്ലെസ്. നിങ്ങളുടെ വല്യപ്പൻ്റെ വല്യപ്പനും എല്ലാം ഭയങ്കര ഉപദേശിമാരായിരുന്നു, കഷ്ടപ്പെട്ടു പട്ടിണി കിടന്നു. ഇത് ഈ കെയർ ഓഫിൽ ഒന്നും സ്വർഗത്തിലില്ല. ഗോഡ് ഈസ് എ ഹോളി ഗോഡ്, ആൻഡ് ആസ് പാർട്ട് ഓഫ് ഹ്യൂമാനിറ്റി വി ഹാവ് സിൻഡ്. നമ്മുടേതായിട്ടുള്ള മെറിറ്റുകളുടെ വെളിച്ചത്തിൽ ആർക്കും സർവശക്തനായ ദൈവത്തിന് മുൻപാകെ നിൽപ്പാൻ കഴിയത്തില്ല. ദൈവം കൽപ്പിക്കുന്ന ആ നീതിയുടെ പ്രവൃത്തികൾ മനുഷ്യന്റെ ജഡത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇംപോസിബിൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയ്യോബ് ഈ പഴയ നിയമത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് പൗലോസ് റോമാലേഖനം 1:17 അതിൻ്റെ മറുപടി പറയുന്നത്, ഈ ദൈവത്തിൽ നിന്നുള്ള നീതി അത് മനുഷ്യർക്കാർക്കും മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് കിട്ടുന്നതല്ല. ഈ ദൈവത്തിൻ്റെ നീതി സൗജന്യമായി സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കണക്കിടുന്നു. എത്ര വലിയ കാര്യമാണോ മോനെ! നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഒന്നും ചെയ്യാൻ, മരിച്ചു കിടക്കുന്ന ആളിന് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം അവനെ സ്നേഹിച്ച് ദൈവം അതിന് പരിഹാരമുണ്ടാക്കുക, ദൈവം അവനെ നീതീകരിക്കുക. അതെങ്ങനെയാ? സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് വിശ്വാസം. എന്ത് നടന്നു കാൽവറിയിൽ? ഒന്ന്, എൻ്റെ പാപത്തെ, ലോകത്തിൻ്റെ പാപത്തെ യേശുവിൻ്റെ മേൽ ചുമന്നു. അതായത് പിതാവാം ദൈവം ഈ പാപം യേശു ചെയ്തതായി കണക്കിട്ടു. അതാണ് പാർട്ട് 1. അതിന് പാപത്തിൻ്റെ ശിക്ഷ എനിക്ക് പകരം പകരക്കാരനായി ക്രൂശിൽ കിടക്കുന്നവൻ്റെ മേൽ ചൊരിഞ്ഞു. ഇത് മാത്രമല്ല, അവൻ നീതിമാനായതുകൊണ്ട് സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ നീതി എനിക്ക് കണക്കിടുക. It is free. It is free. It comes from outside. It is foreign righteousness. അതാണ് സുവിശേഷം. അങ്ങനെ അല്ലാത്ത ഒറ്റയാൾക്കും ദൈവത്തിന് മുൻപാകെ നിൽക്കാൻ ഒക്കത്തില്ല. 50 വർഷം ബെന്തിക്കോസിൽ കൈയടിച്ചു. But if you have not believed the gospel, you are out. Believed ആയോ, അതകത്ത് റാഡിക്കൽ ചേഞ്ച് കൊണ്ടുവരും. ആദ്യത്തെ സ്റ്റേജാണ് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, പിന്നീട് ഇംപാർട്ടഡ് റൈച്ചസ്നെസ്. അത് പിന്നീട് 3-ാമത്തെ അധ്യായം മുതൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷമാണ് പാപികളായ ആളുകളെ ദൈവത്തിൻ്റെ മുൻപാകെ കൊണ്ട് റൈറ്റ് സ്റ്റാൻഡിങ്ങിൽ നിർത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം. പൗലോസ് പറയുന്നത്, മോനെ, അതുകൊണ്ടാണ് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത്. റോമിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, നിങ്ങളുടെ ഫിലോസഫികൾക്ക് നിങ്ങളെ മാനസാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. എൻ്റെ കൈവശം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമുണ്ട്. ഞാൻ അവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടും. ഞാനിന്ന് പകൽ നിങ്ങളോട് ചോദിക്കട്ടെ, തിരുവല്ലയിൽ വീട്ടിലകത്താണോ ഇരിക്കുന്നത്, കടപ്പുറയിൽ അകത്താണോ ഇരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ മാറ്റിയ സുവിശേഷം നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഈ സുവിശേഷം പറഞ്ഞാൽ, ഈ സുവിശേഷം നിങ്ങളുടെ അകത്ത് എക്സ്പ്ലോഡ് ചെയ്താൽ, കേൾവിക്കാരൻ വിശ്വസിക്കാൻ തയ്യാറായാൽ പുതിയ ജനനം നടക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ ആ വലിപ്പം. എനിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്തത്, എനിക്ക് സ്വന്തമായി കരുതുവാൻ എനിക്ക് വേണ്ടി കഴിയാത്തത്, ഒരിക്കൽ പോലും എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ,
എനിക്ക് നീതി വേണം, ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കാൻ. അത് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവം ഇത് മനസ്സിലാക്കി ദൈവം ആ നീതി എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തരിക. ഇറ്റ് ഈസ് ഫ്രീ. നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ യു ഗെറ്റ് ഇറ്റ്. ഹല്ലേലൂയ. ആ കരമൊക്കെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുക. ഞാനോ നിങ്ങളോ നമ്മുടെ മെറിറ്റിൻ്റെ വെളിച്ചത്തിലൊന്നും ഇത് ഏൺ ചെയ്യുന്നതല്ല, ഇത് ഡിസേർവ് ചെയ്തതുമല്ല. ഇത് ദൈവം ദാനമായി നമുക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ മാത്രമേ മക്കളെ രക്ഷപ്പെടത്തുള്ളൂ. അങ്ങനെ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹം. ഐ വാണ്ട് ടു ഗോ ആൻഡ് ടെൽ ഓൾ മൈ പെൻറ്റക്കോസ്റ്റൽ ബ്രദേഴ്സ് അബൌട്ട് ദ ഗോസ്പൽ. റോമാലേഖനം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കേട്ടോ, ന്യായപ്രമാണം കൂടാതെ ഒരു നീതി അത്ഭുതകരമായി സൗജന്യമായി എനിക്ക് കിട്ടുന്നു. എങ്ങനെ? ബൈ ഫെയ്ത്ത്. അപ്പോൾ അതൊരു പുതിയ സമ്പത്തിയൊന്നുമല്ല. ന്യായപ്രമാണം അതിനെന്ത് ചെയ്യുന്നു? സാക്ഷ്യം നിൽക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സഹോദരേ, ഈ നീതി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ട് റൈറ്റ് ബന്ധത്തിലല്ല, നിങ്ങൾ നരകത്തിൽ പോകും. ദ ഗോസ്പൽ ഈസ് സിമ്പിൾ. ഈ നീതി നിങ്ങളുടെ അകത്ത് വന്നിട്ടില്ലെങ്കിൽ ബൈ ഫെയ്ത്ത് നിങ്ങളിത് തിരസ്കരിച്ചെങ്കിൽ നരകത്തിലേ പോകും. നിങ്ങൾക്ക് കൊയറിൽ നിന്ന് പാടാം, ഇവിടെ വന്ന് പ്രീച്ച് ചെയ്യാം, പ്രവചിക്കാം, അന്യഭാഷ പറയാം, എല്ലാം പറയാം. ബൈബിൾ പറയുന്നത് സുവിശേഷം വിശ്വസിച്ച് ദൈവം തന്ന നീതി, ആ പെർഫെക്റ്റ് നീതി എനിക്ക് ഇമ്പ്യൂട്ടായില്ലെങ്കിൽ, എനിക്ക് കണക്കിടപ്പെട്ടില്ലെങ്കിൽ പോവില്ല. നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് രോഗി സൗഖ്യമായി, ഇതെല്ലാം ശരിയാണ്. 18-ാം വാക്യം നിങ്ങൾ നോക്കുകയും, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഇപ്പോൾ കുറേ ആളുകളൊക്കെ പറയുന്നത് ദൈവത്തിന് കോപം ഇല്ലെന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ ചിലപ്പോൾ ഈ വാക്യം പുതിയതായിട്ട് വല്ല ട്രാൻസ്ലേഷനിൽ വല്ലതും ഇല്ലാതെയായിരിക്കും അവരങ്ങനെ പറയുന്നത്. ഏതായാലും എൻ്റെ ഇതിനകത്ത് ദൈവത്തിൻ്റെ കോപം, ഇംഗ്ലീഷിൽ റാത്ത് ഓഫ് ഗോഡ്. ഈ റാത്ത് എന്ന് പറഞ്ഞാൽ ദൈവം പാപികൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ കോപം. വിശുദ്ധ കോപം. God is angry with sinners. That is the gospel. ഞാനീ പറഞ്ഞ വിശ്വാസത്താലുള്ള നീതീകരണം ഇല്ലെങ്കിൽ നിങ്ങൾ ആ കോപം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. വിശ്വാസത്താൽ. എന്ത് വിശ്വസിക്കണം? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ പാപം ചെയ്തിട്ടില്ലാത്ത ജീവിതവും കർത്താവിൻ്റെ പകരക്കാരനായ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള നീതി എനിക്ക് സൗജന്യമായി കിട്ടുവാൻ കാരണം. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം. റോമാലേഖനം 3-ാം അധ്യായം 25-26 വാക്യം. അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവിനെക്കുറിച്ച് പറയാം. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ, അടുത്ത കേൾക്കണം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു. കേട്ടോ, ചില ചോദിക്കുക, എന്താ വെറുതെ അങ്ങ് ആളുകളെ അങ്ങ് ഫോർഗീവ് ചെയ്യാൻ? ഒക്കത്തില്ല. നീതി ദൈവത്തിൻ്റെ നിൽക്കുകയും വേണം, ദൈവം ആളുകളെ നീതീകരിക്കുകയും വേണം. പാപം ചെയ്യുന്നവന് ശിക്ഷയുണ്ട്. ദൈവം പറയും, നോ ഇറ്റ്സ് ഓക്കെ,
അപ്പോൾ ദൈവം നീതിമാനല്ലാതെ വരും. ദൈവം ജസ്റ്റുമായിരിക്കണം, ദൈവം ആളുകളെ ജസ്റ്റിഫൈയും ചെയ്യണം. അതാണ് കാൽവറി ക്രൂശിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പാപം കർത്താവിൻ്റെ മേലിട്ട്, നാം അർഹിക്കുന്ന ശിക്ഷ കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ് കർത്താവിൻ്റെ നീതി നമുക്കിടുന്നു. കർത്താവിനെ അങ്ങനെ അയക്കാതിരുന്ന് നമ്മളോടൊക്കെ ക്ഷമിച്ചാൽ പോരെ? പറ്റത്തില്ല. ദൈവം സ്നേഹമാണ്, ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ജസ്റ്റുമാണ്, നീതിമാൻ. പാപം ചെയ്യുന്ന ആളെന്ത് ചെയ്യണം? ശിക്ഷിക്കപ്പെടണം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് പോകുന്നത്? യു ഫൈൻഡ് ഇറ്റ് ഓൺ ദ ക്രോസ്. നമ്മൾ ഈ റോമൻസ് കാര്യമായി മുന്നോട്ട് പഠിക്കുമ്പോൾ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടും. ആൻഡ് ഐ ക്യാൻ സേ വി വിൽ നെവർ ബി ദ സെയിം. വി വിൽ നെവർ ബി ദ സെയിം. ഇതാണ് സുവിശേഷം. അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് നിൻ്റെ അത് മാറ്റ്, നിൻ്റെ ഇത് മാറ്റ്, നിൻ്റെയൊക്കെ ദൈവം, ഇങ്ങനെ 4 വർത്താനം പറയുന്നതല്ല സുവിശേഷം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കൃപ ലഭിച്ചോ? എങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതൊരു കൊച്ചു കാര്യമല്ല. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്തോത്രം ചെയ്യണം. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിക്കുവാനും യേശുക്രിസ്തുവിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് വിശ്വസിക്കാൻ ഗോഡ് ഡിഡ് എ മിറക്കിൾ ഇൻ യുവർ ഹാർട്ട്. അത് ബാഹ്യമായ രോഗസൗഖ്യത്തെക്കാൾ വലുതാണ്. മരിച്ചവർ എഴുന്നേൽക്കുന്നതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ അകത്ത് മരിച്ചു കിടന്ന ആൾ എഴുന്നേൽക്കുന്നത്. അവിടെ റിസറക്ഷൻ ശക്തിയാണ് വ്യാപരിച്ചത്. ഇതാണ് സുവിശേഷം. ഇത് വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്.